ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ സിംഗുവിന് വയ്യായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തഗ് ലൈഫ്. അതെ, പിന്നെ ഞാനിങ്ങനെ കുമ്പിടീനെ പോലെ പല പല സ്ഥലത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടൊരു സ്ഥലമില്ല. ഇന്ന് കാറിലല്ല, ഇന്ന് വീടിനകത്ത് വേറൊരു സ്ഥലത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരുടെ താഴത്ത് സംസാരിക്കുന്ന അതിന്റെ സൗണ്ടൊക്കെ കേൾക്കും. അതൊക്കെ ഒന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം നമ്മൾ ഈ രണ്ട് സൈഡിലിരുന്ന് ചെയ്യുന്നതിന് കുറച്ച് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമുക്ക് 3 ഡിവൈസ് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സിംഗു അവിടെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിവൈസും അതുപോലെ വീഡിയോ കാണാൻ ഒരു ഡിവൈസ്, ഇപ്പം നമ്മൾ ലൈവായിട്ട് കോൾ ചെയ്യുന്നുണ്ട്, ഓഡിയോ കോള്. അപ്പോൾ അതിനൊരു ഡിവൈസ് വേണം. അപ്പോൾ അതേ 3 ഡിവൈസ് ഇവിടെ ടോട്ടൽ ഇപ്പോൾ 6 ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോയുടെ ഔട്ട്പുട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ട് നമ്മൾ രണ്ട് സൈഡിൽ ചെയ്യുമ്പോൾ. മറ്റേതാണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും, നേരെ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. ഇത് ഇപ്പം കുട്ടിയുണ്ട്, ഏതൊക്കെ ഭാഗത്ത് കൂടെ എവിടെ നിന്നൊക്കെ ഓടി വരും പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ ഈ 3 ഫോണിലും ചാർജ് വേണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഒന്ന് അമ്മയുടെ ഫോൺ, അച്ഛന്റെ ഫോൺ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എന്റെ ഫോണിലുമാണ്. സോ നമ്മള് കൂടുതൽ വാചകം അതുപോലെ നമ്മള് ഈ സംസാരിക്കുന്നത് IMO കോളാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡിലേയും കൂടെ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് അവൾ റിപ്ലൈ തരുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾ ഔട്ട്പുട്ട് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. തഗ് ലൈഫ് ഇതിലൊരു പട തന്നെ ഉണ്ട്. നമ്മുടെ കമൽഹാസൻ ഉലക നായകൻ, അതുപോലെ തന്നെ നമ്മുടെ STR സിംബു, പിന്നെ A റഹ്മാനാണ് മ്യൂസിക്. പിന്നെ പടം വന്നിട്ട് മണിരത്നം പടമാണ്. അതുപോലെ തന്നെ ട്രിഷ. അപ്പം നമ്മുടെ സിംബുവും ട്രിഷയും ഒരുപാട് കാലത്തിന് ശേഷം, വിനയ് താണ്ടി വരവായിക്ക് ശേഷം അവർ ഒന്നിക്കുന്ന പടവും കൂടിയാണ്. ഒഫീഷ്യൽ ട്രെയിലർ എനിക്ക് തോന്നുന്നു മണിരത്നം ഇതുവരെ പിടിക്കാത്തൊരു ടൈപ്പ് ഓഫ് സിനിമ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം തഗ് ലൈഫ് എന്നാണ് മറ്റേ ഫിലിമിന്റെ പേരിട്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് വേഗം നമ്മുടെ ഇത് കണ്ടു നോക്കാം. നമ്മളിതിൻ്റെ ടീസർ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ചെയ്തില്ല, ഞാനും കണ്ടുമില്ല. പക്ഷേ അതിൻ്റെ പാട്ട് ഒരെണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണം വൈബുണ്ട്. അത് ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ A റഹ്മാൻ, പിന്നെ ഒന്നും പറയാനില്ല, നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ട്രെയിലർ. അതെ, തഗ് ലൈഫ്. കംപ്ലീറ്റ് ലോക്ക്. എന്തോ ഷോട്ടൊക്കെ. நீ என் உயிரை காப்பாத்துறவன், யமங்கிட்ட இருந்து என்ன மீட்டு எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ நானும் ஒண்ணு, கடைசி வரைக்கும். நான் 8 அடி பாஞ்சா நீ 18. சரி கணக்கு புள்ள. உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். അച്ഛൻ മകനാണല്ലേ? அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல, நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. பவர் நம்ம வீடு தேடி வராது, நாம தான் கையில் எடுத்துக்கணும். இனிமே இங்க நான் தான் ரங்கராய சக்திவேல். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? അപ്പോ അല്ല, ഇത് സംഭവം ഇവര് തമ്മിലാണ് ലാസ്റ്റ് ഫൈറ്റ് വരുന്നത്. എനിക്ക് ഇതെന്താണ് കൃത്യമായിട്ട് ഗുഡ് ബാഡ് അതോ ബാഡ് വേഴ്സസ് ബാഡ് ഡിനോട്ട് ചെയ്യുന്ന
എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ബ്ലാക്ക് ഡ്രസ് ആണ് തോന്നുന്നു ആ ഒരു ഇതിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് ഹാഫില് കുറച്ച് നമ്മുടെ ചിമ്പുവും അതുപോലെ തന്നെ സാറും തമ്മിലുള്ള കണക്ഷൻസ് കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടുള്ള ഫൈറ്റ് കാണിക്കുന്നു. സോ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ തഗ് ലൈഫ് എന്ന് കേട്ടപ്പോ വിചാരിച്ച് നമ്മള് നോർമലി പറയണ തഗ് ലൈഫ് ആണെന്ന്. പക്ഷെ ഇതല്ല, വേറെ എന്തോ ഒരു ഐറ്റം ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊരു ഗാങ്സ്റ്റർ. അതെ. പക്ഷെ അതിന്റെ മേക്കിങ്ങും ഈ ഒരു എന്താ പറയാ, ആ ഒരു ചെറിയ ഒരു 2 മിനിറ്റിൽ നമ്മുടെ കണ്ട സാധനം നമ്മുടെ ഇടയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോ ഷോട്ടുകളും വേറെ വേറെ ലെവൽ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പോകണം, മ്യൂസിക്കും ഒന്നും പറയില്ല. ഇത് തന്നെ മതി പടം ബുക്ക് ചെയ്യാൻ. ഇതിന്ന് കണ്ണെടുക്കാതെ തന്നെ നോക്കിയിട്ട് എനിക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ കണ്ണെടുത്തു കഴിഞ്ഞാൽ ഫുൾ ബ്ലാങ്ക് ആവും. കാരണം ഇതില് ആകെ എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഇടയിലുള്ള ആ ഒരു പാസം കുറച്ച് കഴിഞ്ഞാൽ ശത്രുതയിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനിപ്പം ഈ ചിമ്പു തന്നെയാണോ ആ ചിമ്പു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ട് ഫിഗറിൽ കാണിക്കുന്നുണ്ടെങ്കിലും രണ്ട് കഥാപാത്രമായിട്ടാണോ വരുന്നതെന്നും പറയാൻ പറ്റില്ല. സോ കമൽഹാസൻ സാറിന്റെ ഒരു വേറെ എന്തോ ഒരു സംഭവം ലോഡിങ്. പിന്നെ നമ്മുടെ പുള്ളിയുടെ ഒരു യങ്ങർ ഏജും ഇതിൽ കാണിക്കുന്നുണ്ട്, താടിയും ഇതൊക്കെ ഇല്ലാതെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് പിന്നെ ആ എൻഡിലേക്ക് വരുമ്പോൾ പുള്ളി കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ട് വന്നിട്ടാണ് പുള്ളിയെ മീൻസ് അവർ രണ്ടിലുള്ള ഫൈറ്റ് കാണിക്കുന്നത്, റിവെഞ്ച്. അപ്പോ എന്താണെന്ന് നമുക്ക് സ്വന്തം ജോജി ചേട്ടനുണ്ട് സിനിമയില്, ജോജിയുണ്ട്, ഐശ്വര്യയുണ്ട്, പിന്നെ അഭിരാമിയാണ് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു തൃഷയ്ക്ക് പോസിറ്റീവ് റോൾ തന്നെ ആവണമെന്നും ഇല്ല. അങ്ങനെയും ചാൻസ് ഉണ്ട് കണ്ടിട്ട്. ജസ്റ്റ് തൃഷേനെ ആ ഒരു കമൽഹാസൻ സാർ ബാക്കിൽ നിന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ ആ തൃഷയുടെ ചിരി കണ്ടപ്പോ എനിക്ക് എന്തോ ഐ തിങ്ക് ഒരു നെഗറ്റീവ് റോൾ പോലെ ഫീൽ ചെയ്തു. എനിക്കറിയില്ല ഏതാണെന്നൊന്നും അറിയില്ല. നമുക്ക് തോന്നിയൊരു ഫീല് പറഞ്ഞതാണ്. കൂടുതലും ഞാൻ കമൽഹാസൻ സാറിനാണ് ഫോക്കസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വിക്രം കഴിഞ്ഞതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ ത്രൂ ഔട്ട് ആ സീൻസ് ഒക്കെ വന്നപ്പോഴും എന്റെ ഫോക്കസ് സാറ് കമൽഹാസൻ സാർ എവിടെ, അങ്ങേരുടെയിലേക്കാണ് ഫോക്കസ് കൂടുതൽ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 മിനിറ്റിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട കാണികളാണ് അവര്, ഇതൊക്കെ ഇരുന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമുക്കൊന്ന് പറഞ്ഞു തരണം അല്ലേ? അതെ അതെ അതെ. പിന്നെ ആ എൻഡിലേക്ക് വരുമ്പോ ഒരു മ്യൂസിക് വരണുണ്ട്, വിൺവെഴിനായക എന്ന് പറഞ്ഞിട്ട് പറ്റ. അപ്പോ ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്ത് വെക്കുന്ന കുറച്ച് സാധനങ്ങളെ. പിന്നെ അതുമല്ല ഇതൊരു റോ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മള് ഉള്ളത് പോലെ പറയുന്നത്. നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് നമ്മൾ പറയണത്. സോ എനിക്കിതൊന്നും ഇപ്പൊ ഒന്നും കൂടുതലായിട്ട് കത്തിയില്ല എന്നുള്ളതാണ്. അത് മേ ബി ഇനി ഇരുന്ന് നമ്മൾ കൂടുതലായിട്ട് കണ്ടായാലേ കുറച്ചും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഒറ്റ ഗ്ലാൻസിൽ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് അതിനെ പറ്റി അത് തന്നെ വേണം. ഇങ്ങനെ ഒരു പിടുത്തം തരരുത്. ഒന്നും മനസ്സിലാവാത്ത ഒരു ട്രെയിലർ തന്നെ ആയിരിക്കണം ഒരു പടം. ഒരു പടം ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് എല്ലാം മനസ്സിലായ പിന്നെ എന്താണ് പടം കണ്ടിട്ട് കാര്യം. അപ്പം ഈ ഒരു ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ കട്ട്സ് ഒക്കെ നമുക്ക് കാണാനുള്ള ആ ഒരു ഇത് കൂട്ടുന്നു. കുറെ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് റിയാക്ഷൻ ചെയ്യാം. ഷോർട്സുകളൊക്കെ നമ്മൾ ഈ കണ്ണിങ്ങനെ അടച്ചു തുറക്കണ ആ ഒരു സെക്കൻഡ്സ് പോലും ഇല്ല, അങ്ങനെയാണ് പോയത്. അതുകൊണ്ട് നമുക്ക് അല്ലെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു സംതിങ് സാധനം ലോഡിങ്. അതെ, അതോ ആദ്യത്തെ ആ ഒരു 3 ഷോട്ട് കാണിക്കുന്നുണ്ട്, 3 ലൊക്കേഷനിലുള്ള. ഒന്ന് മറ്റേ മഞ്ഞ് മലകളുടെ ഇടയിലുള്ളതും, ഒന്ന് ഡെസേർട്ട്, പിന്നെ വെള്ളം, അങ്ങനെ ആ ഒരു 3 ഇതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോ വെയിറ്റ് ചെയ്യാം. ഒരുപാട് അതിന്റെ പരിപാടികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ ട്രെയിലർ ലോഞ്ചും ഇനി ഓരോ സ്ഥലത്ത് വന്നിട്ടുള്ള അതിന്റെ എന്താ പറയാ പ്രൊമോഷൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.